ദേവാസുരത്തിന്റെ തട്ടും രാവണപ്പുറം ഒരേ തട്ടിൽ തന്നെ ഇരുപത്തിരണ്ട് വർഷം മുന്നേ കൊച്ചായിരുന്നു. എന്താ പറയാൻ എന്റെ മോനാണ് ഇതായിട്ട് കൊണ്ടുവന്നില്ലല്ലേ. ഞാൻ 2002 ജനിച്ച മോളെ എങ്ങനെയുണ്ട് 22 വർഷങ്ങൾക്ക് ശേഷം രാവണപ്പുറം കിട്ടിയിട്ട് റീൽസ് ഇറങ്ങണേ എങ്ങനെയുണ്ട്? വിഷയം ഡാൻസ് തിയേറ്ററിൽ കാണാൻ പറ്റി തന്നെ വല്ലാത്ത ഭാഗ്യമായിട്ട് കാണാം. പറഞ്ഞതാണ്. കാരണം ഈ പടം ശരിക്കും റിലീസ് ചെയ്ത സമയത്ത് എനിക്ക് 4 വയസ്സ് പ്രായമേ ഉള്ളൂ. ഒരുപാട് തവണ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് തിയേറ്ററിൽ വന്ന് കാണുന്ന പടമാണ് രാവണപ്രഭു. എൻ്റെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ലാലേട്ടൻ്റെ പടം രാവണപ്രഭു. ജീവിതത്തിൽ ആദ്യമായിട്ട് തിയേറ്ററിൽ വന്ന് കാണുന്ന പടം രാവണപ്രഭു. നമ്മളിപ്പോൾ കൈരളി തിയേറ്ററിൽ ഫാൻ ഷോ കഴിഞ്ഞിറങ്ങി. അതേപോലെ അത് കഴിഞ്ഞ് പാരീസിൽ എന്താണ് ഓളം എന്നറിയാൻ വേണ്ടി ഒന്ന് വന്നതാണ്. അവിടെ ഭയങ്കര വരും. അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ നിന്നൊന്നും കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് തിരുവനന്തപുരം പോലെ വലിയ സിറ്റിയിൽ ഒരു 2 തിയേറ്ററൊക്കെ ലാലേട്ടൻ 24 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയ്ക്ക് 2 തിയേറ്റർ ഈ രാവിലെ വെളുപ്പാങ്കരത്ത് ഹൗസ്ഫുള്ളാവണമെന്ന് പറഞ്ഞാൽ ലാലേട്ടനെ കൊണ്ട് മാത്രം പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ആ ഒരു സ്റ്റാർട്ടോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ആ ഒരു പ്രേക്ഷക പിന്തുണ അല്ലെങ്കിൽ ആ ഒരു സ്വീകാര്യത ഒന്നുകൊണ്ട് മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഫാൻ ഷോ ഒക്കെ കണ്ടവർക്ക് ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ഇപ്പോൾ അതിനപ്പുറം പറയുന്നതും പറയാം. 22 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. മക്കളെ ആദ്യമായിട്ട് കാണിച്ചത്. മോളെ എങ്ങനെയുണ്ട് 22 വർഷങ്ങൾക്ക് ശേഷം രാവണപ്പുറം കിട്ടിയിട്ട് റീൽസ് ഇറങ്ങണേ എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? രാവണപ്രഭു ബസ് നോക്കുമ്പോഴത്തേക്ക് ദേവാസുരം ഇങ്ങനെ എപ്പോഴും തട്ട് താന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ദേവാസുരം ന്യൂജൻ പിള്ളേരെ കൂടെ ഇരുന്ന് കണ്ടപ്പോഴത്തേക്ക് എന്ത് തോന്നുന്നു? എന്താ പറയാൻ എന്റെ മോനാണ് ഇതായിട്ട് കൊണ്ടുവന്നത്. കണ്ടത് തന്നെ മോഹൻലാലല്ലേ, നമുക്ക് എത്ര കണ്ടാലും മതി. കണ്ടതല്ലേ തടിയും. അതെ അതെ, ഇപ്പോഴുള്ള ഇതല്ലെങ്കിലും ആ പഴയ രൂപം വീണ്ടും കണ്ടില്ലേ, സൂപ്പറായിട്ട്. 2001 ഞാൻ 2002 ജനിച്ച. 4K കാണുമ്പോൾ ടി വിയിൽ ആയിരുന്നല്ലോ ആദ്യമായിട്ട് കണ്ടത്. ഇപ്പൊ 4K കണ്ടപ്പോ എങ്ങനെയുണ്ട്? അടിപൊളി, ഒരു രക്ഷയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവല്. സൂപ്പറായിരുന്നു, മൊത്തത്തിൽ അടിപൊളിയാണ്. 22 വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റും. നമുക്ക് 22 വർഷം മുമ്പ് കാണാൻ പറ്റിയില്ല, പക്ഷേ അതിനേക്കാളും ഡബിൾ അടിപൊളി വൈബായിരുന്നു. 3 പാട്ട് നമ്മൾ ഡാൻസ് കളിച്ചിട്ടുണ്ട്. എൻ്റെ സൂപ്പർ. ലാലേട്ടൻ തടി അങ്ങനെ തടി വേണം. ലാലേട്ടൻ തടി ഉണ്ടെങ്കിൽ ലാലേട്ടനേ ഉള്ളൂ. ലാലേട്ടൻ രണ്ടുപേരും കട്ടായി ദേവാസുരത്തിന്റെ തട്ടും രാവണപ്പുറം ഒരേ തട്ടിൽ തന്നെ നിൽക്കും. ഒരു കുഴപ്പമില്ല, അടിപൊളി. TV കണ്ടതല്ലേ, അതിപ്പോ വലിയ സ്ക്രീൻ കണ്ടപ്പോഴത്തേക്കും ആ പ്രായം വരുന്ന ഫസ്റ്റ് ഇതൊക്കെ രോമാഞ്ച് സീനാണ്. 24 വർഷത്തിന് ശേഷം അടിപൊളിയാണ്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഫുൾ ഓൺ ഇപ്പോൾ ഫസ്റ്റ് ഡേ ആണല്ലോ, അപ്പോൾ ആ ജോഷ് മൊത്തത്തിലുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ പറയാം. എന്തായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് 22 വർഷങ്ങൾക്ക് ശേഷം. അതെ, പാട്ടെല്ലാം അടിപൊളിയായിട്ട് നല്ല എൻജോയ്. മുമ്പ് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? മുമ്പ് ഇങ്ങനെ തിയേറ്റർ കാണാൻ അതിനുള്ള പ്രായമായില്ല. ജനിച്ചൊക്കെയാണ്. 22 വർഷം മുന്നേ കൊച്ചായിരുന്നു. കൊച്ചായിരുന്നു. ആദ്യമായിട്ട് നല്ല എക്സ്പീരിയൻസ്. കാർത്തികനാണ് നീലകണ്ഠനാണ് സ്റ്റോറി. എനിക്ക് നീലകണ്ഠൻ, ഞാൻ നീലകണ്ഠൻ ഫാനാണ്. ദേവാസുരത്തിന് തട്ടതാണ്. ദേവാസുരത്തിന് തട്ടതാണ് പറഞ്ഞതാണ്. കാരണം ഈ പടം ശരിക്കും റിലീസ് ചെയ്ത സമയത്ത് എനിക്ക് 4 വയസ്സ് പ്രായമേ ഉള്ളൂ. ഈ തിയേറ്ററിൽ കാണാൻ പോലും പറ്റില്ല. ഞാൻ 97 ജനിച്ച ഒരാളാണ്. അപ്പോൾ പിന്നെ ഞാനിത് ശരിക്കും കണ്ടത് ടി വിയിലാണ്, ഏഷ്യാനെറ്റിലൊക്കെ വന്ന് കണ്ടത്. പിന്നെ DVD സ്കൂളൊക്കെ പഠിക്കുന്നത് DVD ഒക്കെ വാങ്ങിക്കാൻ കിട്ടില്ല. ഇപ്പോൾ DVD ഇല്ല. അന്നേരം DVD 10 രൂപയ്ക്കൊക്കെ വാടകയ്ക്ക് വാങ്ങിച്ച് DVD പ്ലാനായിട്ട് ഞാനും അച്ഛനും ഫാമിലിയൊക്കെ ഇത് നമ്മൾ എല്ലാ ദിവസവും രാവണപ്പുറം വൈകുന്നേരമൊക്കെ ചുമ്മാ ഇരുന്ന് കാണും. അങ്ങനെ കണ്ട ഒരു 100-150 ആണെങ്കിൽ TV പടം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ ചുമ്മാ അപ്പോൾ ഇതിൻ്റെ സീന് ഡയലോഗ് എല്ലാം കാണാൻ. പക്ഷേ തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരു അൾട്ടിമേറ്റ് ഫ്രഷ്നെസ് എക്സ്പീരിയൻസ് ആണ്. വീണ്ടും ആദ്യമായിട്ട് കാണുന്ന പോലെ. കാരണം അതിൻ്റെ മെയിൻ കാരണം വെച്ചാൽ നന്നായിട്ട് 4K ചെയ്തിട്ടുണ്ട് അവർ. നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്വാളിറ്റി ഒന്നും കുറയാതെ തന്നെ. എന്നാൽ സോങ്ങിൻ്റെ ഒറിജിനൽ സോങ് നിർത്തിയിട്ടുണ്ട്. കാരണം സ്പടികം റിലീസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി സോങ്ങൊക്കെ അവർ വീണ്ടും കമ്പോസ് ചെയ്ത് അങ്ങനെ ചെയ്തില്ല. ഒറിജിനൽ സോങ് തന്നെ, പക്ഷേ അതിന് കുറച്ചുകൂടെ BGM വഴി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല ക്വാളിറ്റി. കണ്ട് മതി പറയും. എനിക്ക് ചോട്ട മുമ്പേക്കാട്ടി കൂടുതൽ തിയേറ്ററിൽ ആൾക്കാർ ബഹളമായിരുന്നു. സീറ്റിലൊന്നുമില്ല. സോങ് ആയാലും ആക്ഷൻ സീൻസൊക്കെ വരുമ്പോൾ എല്ലാവരും ഫ്രണ്ട് ചെയ്ത് ഡാൻസ് കളി ബഹളം. ഈ സമയം തൊണ്ടവേദനയുണ്ട്. ഇത്ര അലറി വിളിച്ച് പടം കണ്ടിട്ടില്ല. ഗംഭീരമാണ്. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ജനറേഷനിലൊക്കെ ഉറപ്പായിട്ട് കാണാം. ഞങ്ങൾക്കൊക്കെ ഇത് തിയേറ്ററിൽ മിസ്സായ പടം. കാരണം തിയേറ്ററിൽ കണ്ട 6 മാസം പിന്നെ ലാലേട്ടൻ ഷോ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതായിരുന്നു. മാസ് ക്ലാസ്, കാർത്തികേയൻ്റെ മാസ്, നീലകണ്ഠൻ്റെ ക്ലാസ്, പിന്നെ ആക്ഷൻ, റൊമാൻസ്, ഡാൻസ് പക്ക ഔട്ട് ആൻഡ് ഔട്ട്. മോഹൻലാൽ എനിക്ക് മലയാളത്തിലെ വൺ ഓഫ് ദ ടോപ്പ് പീക്ക് കൊമേഴ്ഷ്യൽ പടമാണിത്. ഇതുപോലൊക്കെ ഒരു പടം ഇനിയും വരണം. ലാലേട്ടനെ കൊണ്ട് പറ്റും. ഇനിയുള്ള പുതിയ സംവിധാനം ഇങ്ങനത്തെ ഉള്ള സിനിമയൊക്കെ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും തിയേറ്ററിൽ കാണാൻ ഒരുപാട് സന്തോഷം. വിഷയം ഡാൻസ് കളിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് വന്ന് ഫ്രണ്ട്സിൻ്റെ ബുക്ക് ചെയ്ത് വന്നത്. അടിപൊളി
ഫുൾ കാരണം നമുക്ക് അറിയാലോ മോഹൻലാൽ എത്ര കിടില ആക്ടർ ആണെന്നും അങ്ങനെയെല്ലാം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നന്നായിട്ട് ഡാൻസ് കളിച്ച് അടിപൊളി അടിപൊളി വൈബ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും നല്ല അടിപൊളി എൻജോയ്മെന്റ് ആയിരുന്നു 22 വർഷത്തിന് ശേഷമാണ് തിയേറ്ററിൽ റീ റിലീസ് നടക്കുന്നത്. തിയേറ്ററിൽ ആ സമയത്ത് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല അടിപൊളിയാണ് കാണണമെന്ന് കുറേ ആളോട് വിചാരിച്ചിരുന്നത് അത് സാധിച്ചു. ഇപ്പൊ എന്റെ കൂട്ടുകാരുടെ ഞാൻ ഇത് കണ്ട് ഭയങ്കര സന്തോഷം തിയേറ്ററിൽ കാണാൻ പറ്റിയത് തന്നെ വല്ലാത്ത ഭാഗ്യമായിട്ട് കാണാം. തിയേറ്റർ വൈബ് എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല, അടിപൊളി. നല്ല ആഘോഷമായിരുന്നു ആഘോഷം എന്ന് പറഞ്ഞാൽ ഇതാണ് റീ റിലീസ്. ക്വാളിറ്റി കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നമുക്ക് ഈ പടം കണ്ടാൽ മതിയായിരുന്നു. കുറേ കാലത്തിന് ശേഷം തോട്ടമുമ്പേക്ക് ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ കാത്തിരുന്ന റീ റിലീസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ ആയിരുന്നു റീ റിലീസ്. പിന്നെ 2000